നമസ്കാരം. SCERT സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ പാർട്ട് 1ൻ്റെ 6 പാഠങ്ങൾ ഉൾപ്പെടുന്ന ഫുൾ വീഡിയോ ആണിത്. 6 പാഠവും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് വരെ കാണണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ലാസ്റ്റ് 2 പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പല ചാനലിൽ പോയി പല വീഡിയോസായിട്ട് പല പാഠങ്ങളായിട്ട് സെർച്ച് ചെയ്തെടുത്ത് സമയം കളയേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ തന്നെ ഈ 6 പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. SCERTയുടെ പാഠഭാഗങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫുൾ സ്ക്രീൻ ഇട്ട് വീഡിയോ കാണണം, എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വായിക്കാൻ പറ്റുള്ളൂ. നോട്ട്സ് പുസ്തകം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പറ്റണമെങ്കിൽ ഫുൾ സ്ക്രീൻ ഇട്ടിട്ട് ഒന്ന് കാണുക. അപ്പോൾ വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്. ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഭാഗം 1 ആണ്. 1ാം ഭാഗത്തിൽ 6 പാഠങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 6 പാഠങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. പാഠം 1 ചരിത്രത്തിലേക്ക്, പാഠം 2 കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, പാഠം 3 നമ്മുടെ കുടുംബം, പാഠം 4 കരുതലോടെ ചെലവിടാം, പാഠം 5 പ്രപഞ്ചം എന്ന മഹാത്ഭുതം, പാഠം 6 വൻകരകളും സമുദ്രങ്ങളും. ഈ 6 പാഠമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് 1ാമത്തെ പാഠം ചരിത്രത്തിലേക്ക്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ചരിത്രാതീത കാലം എന്നാൽ എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. അതായത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് അറിയപ്പെടുന്നത്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. അതായത് എഴുതപ്പെട്ടിട്ടില്ലാത്ത ചരിത്രമുള്ള കാലമാണ്. അത് എഴുതപ്പെട്ടിട്ടില്ല, കാരണം എഴുത്തുവിദ്യ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലത്തിനെ എന്ത് പറയും? ചരിത്രാതീത കാലം എന്ന് പറയും. തുടർന്ന് നോക്കാം. അപ്പോൾ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഈ കാണുന്നത്, ഈ പടത്തിൽ കാണുന്നത്. അതുപോലെ ബിംബേഡ്ക ഗുഹാചിത്രങ്ങളാണ് അതിൻ്റെ താഴെ കാണുന്നത്. അപ്പോൾ ചരിത്രാതീത കാലത്തെ കാര്യങ്ങളാണ് ഈ കല്ലുപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കണ്ടത്. ഇനി ചരിത്രകാലത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കൂ. പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങളൊക്കെ ഉണ്ട്. ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകളോടൊപ്പം തന്നെ ഇവയും ചരിത്രരചനയെ സഹായിക്കുന്നുണ്ട്. എഴുതപ്പെട്ട വിവരങ്ങളാണ് ഇവയിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലേ? പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങളിൽ നിന്നൊക്കെ എഴുതപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ചരിത്രകാലമാണ്. ചരിത്രകാലം എന്ന് പറയുമ്പോൾ എഴുത്ത് വിദ്യ ഉണ്ടായതിന് ശേഷമുള്ള കാലമാണ് ചരിത്രകാലം. എഴുത്ത് വിദ്യ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? തുടർന്ന് നോക്കാം. അപ്പോൾ എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ എന്തു പറയുന്നു? ചരിത്രകാലം എന്ന് പറയുന്നു. ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അല്ലേ? ഇനി ശേഷിപ്പുകൾ സംരക്ഷിക്കാം. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മ്യൂസിയം എന്തെല്ലാമാണ് മ്യൂസിയത്തിൽ സംരക്ഷിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അതിൻ്റെ ശേഷിപ്പുകളോ ആണ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പം മ്യൂസിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അതിൻ്റെ ശേഷിപ്പുകളോ ഒക്കെയാണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ പാലക്കാട് കോട്ടയാണ് കാണുന്നത്. ഈ പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത്. ഈ കോട്ടയ്ക്ക് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മളിത് ഇന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പാലക്കാട് കോട്ടയാണ്. 200 വർഷത്തിലധികം പഴക്കമുള്ളൊരു കോട്ടയാണ്. ഇന്നും നമ്മളത് സംരക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ചരിത്ര ശേഷിപ്പുകൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പടങ്ങളൊക്കെ തന്നിരിക്കുന്നത്. പാലക്കാട് കോട്ടയെക്കുറിച്ചും മ്യൂസിയത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ എന്താണ്? ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നീടുള്ളത് കാലം കണക്കാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956. ഇനി ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്ന 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 1930 ഉപ്പ് സത്യാഗ്രഹം. 1930 എന്നുള്ളത് ഈ അവസാനത്തേത് ഊന്നെഴുതുക. ഉപ്പ് സത്യാഗ്രഹം, ഇങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. 1930 ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ. അപ്പോൾ ഈ കാലങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്തിനാ? എങ്ങനെയാണ് കാലം മനസ്സിലാക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ ചോദ്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947.
അതുപോലെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? അപ്പോൾ കാലം ഗണിക്കാൻ, കാലം കണക്കാക്കാൻ നമ്മൾക്ക് അറിയണം അല്ലേ. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര നാൾ മുമ്പാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്? കാലഗണന നടത്തുന്നതിനായിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചത്. ഇന്ന് ലോകത്ത് പൊതുവായിട്ട് കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തു വർഷം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനെ അടിസ്ഥാനമാക്കി കാലത്തെ AD BC എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തിനെ AD അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തിനെ BC ബിഫോർ ക്രൈസ്റ്റ് എന്നും പറയുന്നു. അതായത് ക്രിസ്തു ജനിച്ചതാണ് പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പിക്ചറിൽ കാണാം. ഇപ്പോൾ ഇത് പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തു ജനിച്ച കാലമാണ് പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്തിന്? കാലഗണനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കാലത്തിന്, ഇങ്ങോട്ടുള്ള കാലം, അതിനുശേഷമുള്ള കാലം, അതിനെ എന്ത് പറയും? അന്നോ ഡൊമിനി എന്ന് പറയും. അന്നോ ഡൊമിനി, ഇതാണ് അന്നോ ഡൊമിനി AD. അതിന് മുന്നേ ഉള്ള കാലം, ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നേ ഉള്ള കാലമാണ് BC, ദാറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ്. ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തു ജനിച്ച വർഷം, ക്രിസ്തുവിൻ്റെ ജനനത്തിനെ അടിസ്ഥാനമാക്കിയാണ് കാലഗണന നടത്തുന്നത്. ക്രിസ്തു ജനിച്ച കാലത്തിന് ശേഷമുള്ള കാലത്തിനെ അന്നോ ഡൊമിനി AD എന്നും അതിന് മുന്നേ ഉള്ള കാലത്തിനെ ബിഫോർ ക്രൈസ്റ്റ് BC എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്കത് ക്ലാരിറ്റിയോടെ മനസ്സിലാവും അല്ലേ. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദം, ഏത് പദം? അന്നോ ഡൊമിനി എന്ന പദം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ് അർത്ഥമാക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. ഓക്കെ, തുടർന്ന് പഠിക്കാം. നൂറ്റാണ്ട് കണക്കാക്കാം. നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഇതിലൊരു പോയിന്റ് കൂടി പറയാനുണ്ട്. ഇതിനെ നമ്മൾ അന്നോ ഡൊമിനി എന്ന് പറഞ്ഞില്ലേ, AD, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള സമയം AD, അതിനെ കോമൺ എറ എന്ന് പറയും. കോമൺ എറ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ മുന്നേയുള്ള BC എന്ത് പറയും? ബിഫോർ കോമൺ എറ, BCE എന്നും പറയും. അപ്പോൾ അന്നോ ഡൊമിനിയാണ് CE, ദാറ്റ് ഇസ് കോമൺ എറ. BC ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നേ ഉള്ള സമയം, BC ബിഫോർ ക്രൈസ്റ്റ്, അതിനെ എന്തും പറയും? ബിഫോർ കോമൺ എറ എന്നും പറയും. അപ്പോൾ ഈ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ, ഡീൽ. അപ്പോൾ നമുക്ക് തുടർന്ന് പഠിക്കാം. അടുത്തത് നൂറ്റാണ്ട് കണക്കാക്കാം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നമ്മൾ തമാശയായിട്ട് ചോദിക്കാറുണ്ടല്ലോ, ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഉത്തരം അറിയാമോ നമുക്ക്? നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്ന് മുതലാണ്? ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. അപ്പോൾ AD 1 മുതൽ 100 വരെയുള്ളതാണ് ഒരു നൂറ്റാണ്ട്. AD 1901 മുതൽ 2000 വരെയുള്ളതാണ് 20-ാം നൂറ്റാണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഏതാണ്? ഇവിടെയാണ്, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തത് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, അടുത്ത പാഠമാണ്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. പ്രാചീന കാലത്തെ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിത്രമാണ് ഈ നൽകിയിരിക്കുന്നത്. ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഒരുമിച്ചായിരുന്നു സഹവസിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ആയിട്ട് ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. അപ്പോൾ ഈ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ അവരുണ്ടാക്കിയിരുന്നത് കല്ലിൽ നിന്നാണ്, ശിലയിൽ നിന്നാണ്. ഇതിനായിട്ട് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ശിലയായിരുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില. അതിനാൽ ഈ കാലഘട്ടം ശിലായുഗം എന്ന് അറിയപ്പെടുന്നു. പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. അപ്പോൾ ആഹാരം സമ്പാദിക്കുന്നതിനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ആയിട്ട് ആദിമ മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു അല്ലേ. അപ്പോൾ അവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആയുധങ്ങളും ആവശ്യമാണ്, നിത്യേനയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉപകരണങ്ങളും ആവശ്യമാണ്. ഈ ആയുധങ്ങളും ഉപകരണങ്ങളും അവരുണ്ടാക്കിയിരുന്നത് കല്ലുപയോഗിച്ചാണ്, ശില ഉപയോഗിച്ചാണ്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പ്രാചീന ശിലായുഗത്തിലെ കല്ലുകളാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകളൊക്കെ കുഴിച്ചെടുക്കാൻ, മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ അവർക്ക് മറ്റ് ആയുധങ്ങളും മറ്റുപകരണങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പോൾ കല്ല് വെച്ചുള്ള ഈ പരുക്കൻ കല്ലുകൾ വെച്ചാണ് അവരതൊക്കെ ചെയ്തിരുന്നത്. മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്, കാട്ടുകിഴങ്ങുകളൊക്കെ കുഴിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്നതൊക്കെ ഈ പരുക്കൻ കല്ലുകളാണ്. ഗുഹകളിലായിരുന്നു അന്നത്തെ
അക്കാലത്തെ മനുഷ്യരുടെ താമസം. ഗുഹകളിലായിരുന്നു താമസം. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവുമാണ് അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അക്കാലത്തെ മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ കാലത്താണ്. അതായത് പാലിയോലിത്തിക് ഏജ് ഓർത്തിരിക്കണം. ആ സമയത്താണ് മനുഷ്യർ തീ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. തുടർന്ന് പഠിക്കാം. നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. എന്താണ് നിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത? ഈ ചിത്രം കണ്ടാൽ അറിയാം, കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ വന്നു തുടങ്ങി അല്ലേ. മറ്റേത് പരിക്കൻ കല്ലുകളായിരുന്നു, ഇത് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ വന്നു തുടങ്ങി. ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 2 ചിത്രങ്ങളുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് പരിക്കനാണല്ലേ, ഇത് പരിക്കൻ. ഒരു സെക്കൻഡ്. ഇത് നമുക്കറിയാം, പരിക്കൻ കല്ലുകളായിരുന്നു ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതേസമയം ഈ ചിത്രത്തിൽ കാണുന്നത് കുറച്ചും കൂടി മൂർച്ച കൂടിയതാണ്, മിനുസപ്പെടുത്തിയവയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ നവീന ശിലായുഗത്തിലെ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, അത് കൂടുതൽ മൂർച്ചയുള്ളവയായിരുന്നു, മിനുസപ്പെടുത്തിയവ ആയിരുന്നു. ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു, നിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നു. നവീന ശിലായുഗത്തിൽ മനുഷ്യർ ജീവിതത്തിന് സമൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. എന്തൊക്കെ മാറ്റങ്ങളാണ്? കഴിഞ്ഞ കാലഘട്ടത്തിൽ പാലിയോലിത്തിക് ഏജിൽ മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഗുഹകളിലാണ് അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിലായപ്പോൾ നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ ഈ ചിത്രകാരൻ്റെ ഭാവനയിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. നോക്കി അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നമുക്ക്? അവർ കൃഷി ചെയ്തു തുടങ്ങി, അവർ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, അവർ മൃഗങ്ങളെ വളർത്തി തുടങ്ങി, ഇണക്കി വളർത്തി തുടങ്ങി അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മറ്റേത് കാട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഹണ്ട് ചെയ്ത് കഴിക്കുകയായിരുന്നു അല്ലേ. കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുത്ത് കഴിക്കുക, വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ കഴിക്കുക, ഇതൊക്കെയായിരുന്നു. ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു? കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി, താമസിച്ച് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങി, കൃഷിയുടെ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടൊക്കെ. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. തുടർന്ന് പഠിക്കാം. വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം തന്നെ ചെമ്പ്, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താനാവുന്നതും രൂപമാറ്റം വരുത്താൻ സൗകര്യമുള്ളതുമായിരുന്നു ഇത്. നമ്മൾ പറഞ്ഞു, ആദ്യം പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചു, പിന്നീട് മിനുസപ്പെടുത്തിയ കല്ലുകളാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് ഇപ്പോൾ താമ്രം കൊണ്ടുള്ള, അതായത് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ. ആദ്യം കല്ലുകളായിരുന്നു പരിക്കൻ, പിന്നെ അത് ഒന്നുകൂടി മിനുസപ്പെടുത്തി, പിന്നെ ഇപ്പോൾ രൂപമാറ്റം വരുത്താൻ പറ്റുന്ന ചെമ്പ് ഉപയോഗിച്ചു. അപ്പോൾ പലതരത്തിലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പോൾ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച ഈ കാലഘട്ടത്തിന് എന്തു പറയും? താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയും. തുടർന്ന് ഈയം കണ്ടെത്തിയത് അതിനുശേഷമാണ്. അപ്പോൾ ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. അപ്പം മനസ്സിലാക്കി വെക്കണം, ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. വെങ്കലം ചെമ്പിനേക്കാട്ടിലും കടുപ്പമുള്ളതായിരുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലത്തിനെ വെങ്കലയുഗം എന്ന് പറയുന്നു. എന്ത് യുഗം? വെങ്കലയുഗം എന്ന് പറയുന്നു. അപ്പോൾ ചെമ്പ് ഉപയോഗിച്ച കാലത്തിനെ എന്ത് പറയും? താമ്രശിലായുഗം എന്ന് പറയും. വെങ്കലം ഉപയോഗിച്ച കാലത്തിനെ വെങ്കലയുഗം എന്ന് പറയും. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഈ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, പ്രാചീന ശിലായുഗം, അതിനുശേഷം എന്താണ്? നവീന ശിലായുഗമാണ്, അതിനുശേഷം താമ്രശിലായുഗം, പിന്നീട് വന്നത് വെങ്കലയുഗമാണ്. ക്ലിയർ ആണോ? അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ മനസ്സിലായോ? ആദ്യം പരുക്കൻ കല്ലുകൾ, പിന്നീട് ഷാർപ്പൻ ആക്കിയ കല്ലുകൾ, മിനുസപ്പെടുത്തിയ കല്ലുകൾ, അതിനുശേഷം എന്ത് വന്നു? ചെമ്പ് വന്നു, ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ. അപ്പോൾ കുറച്ചുകൂടി ഉപകരണങ്ങൾ, രൂപമാറ്റം വരുത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈയം കണ്ടെത്തിയത്. ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. അപ്പോൾ വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വെങ്കലം ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ആ കാലത്തിനെ എന്ത് പറയും? വെങ്കലയുഗം എന്ന് പറയും. അപ്പോൾ വെങ്കലയുഗം ആയപ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഈ കാലഘട്ടത്തിൽ കൃഷി മെച്ചപ്പെടുകയും കാർഷിക ഉൽപ്പന്നത്തിൽ നിന്ന് വർധന ഉണ്ടാവുകയും ചെയ്തു. നദീതടങ്ങളിലെ ഫലഭൂയിഷ്ടമായ മണ്ണും നദികളിൽ നിന്നുമുള്ള ജലവുമാണ് ഇത്തരം കാർഷിക മികവിന് കാരണമായത്. അപ്പോൾ അവരൊരു സ്ഥലത്ത് താമസിച്ച്, ആദ്യം നമ്മൾ പറഞ്ഞു പ്രാചീന ശിലായുഗത്തിൽ ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് നവീന ശിലായുഗം
ശിലായുഗമായപ്പോഴത്തേക്ക് അവർ ഒരു വാസസ്ഥലമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ വെങ്കലയുഗമായപ്പോഴത്തേക്ക് എന്തു പറ്റി, കൃഷി മെച്ചപ്പെടുകയും കാർഷിക ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിന് കാരണമായത് എന്താ, നദീതടങ്ങളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും നദികളിൽ നിന്നുള്ള ജലവുമാണ് ഇത്തരം കാർഷിക മികവിന് കാരണമായത്. ഡീൽ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്ന് പഠിക്കാം. അങ്ങനെയെങ്കിൽ കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? അപ്പോൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അല്ലേ, ഭക്ഷ്യവസ്തുക്കൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ സംഭരിക്കാൻ തുടങ്ങി. അതുവരെ സംഭരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. കാരണം ആദ്യം എന്താ, കാട്ടിൽ നിന്ന് ഹണ്ട് ചെയ്ത് കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് എന്തായി, താമസസ്ഥലം വാസസ്ഥലം ഉണ്ടാക്കി മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി, കൃഷി തുടങ്ങി. അപ്പോഴും സംഭരണം എന്നുള്ളതില്ല. അപ്പോഴും അവർക്ക് ആവശ്യത്തിനുള്ളത് കൃഷി ചെയ്തെടുക്കുക, ഭക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് എന്താ, കാർഷിക ഉൽപ്പന്നം കൂടിയപ്പോൾ, അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുപറ്റി, ഭക്ഷ്യവസ്തുക്കൾ അവർ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ അധികമായിട്ട് നമ്മുടെ കയ്യിൽ സംഭരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് വന്നു, കാർഷികമായ വിഭവങ്ങളൊക്കെ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു. അപ്പോൾ കൃഷി കാര്യമായിട്ട് പുരോഗമിച്ചു, കൃഷി മെച്ചപ്പെട്ടു. അപ്പോൾ എന്തായി, അധികമായിട്ട് ഉൽപ്പാദനമുണ്ടായി. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി, കാർഷിക വിഭവങ്ങളുടെ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു, പുതിയ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണമുണ്ടായി, ഉപയോഗം വർദ്ധിച്ചു അല്ലേ. അപ്പോൾ കൃഷിയോടൊപ്പം വികാസം പ്രാപിച്ച മറ്റ് തൊഴിൽ മേഖലകൾ എന്തെല്ലാമെന്ന് ചിത്രത്തിൽ നോക്കി നിരീക്ഷിക്കുക. അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അല്ലേ, എന്തൊക്കെയാണ് കൃഷിയോടനുബന്ധിച്ച്. അപ്പോൾ കൂടുതലായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപകരണങ്ങളുടെ നിർമ്മാണമുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ മേഖലകളും ആ തൊഴിൽ മേഖലകളും കൂടി വ്യാപിച്ച് വികാസം പ്രാപിച്ച് വന്നു. തുടർന്ന് പഠിക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്, ഇതൊക്കെ പാത്ര നിർമ്മാണം, ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് ഒക്കെ എന്താണ് വികസിച്ചു വന്ന മേഖലകളാണ്. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും അവരുൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിട്ട് വന്നല്ലേ. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പര ആശ്രയത്വം വളർത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങി. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഗുഹയിൽ നിന്ന് ഇപ്പോൾ ഈ പരസ്പര ആശ്രയത്വം വളർത്തി അത് ഇനിയും നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വിദൂര ദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ഗുഹയിൽ താമസിക്കുന്നു, അവിടെ നിന്ന് സ്വന്തമായ വാസം ഇടമുണ്ടാകുന്നു, കൃഷി ആരംഭിക്കുന്നു, കൂടുതലായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വരുന്നു, അപ്പോൾ അത് സംഭരിക്കുന്നു, മറ്റ് മേഖലകളും കൂടി വികസിക്കുന്നു, അപ്പോൾ കൂടുതലായിട്ട് സംഭരിച്ചത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പൊതുസ്ഥലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയും വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എന്ത് വേണം, ഗതാഗത സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വികസിച്ചു. അപ്പോൾ എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൃഷിയാണ്. അപ്പോൾ കൃഷി വികസിച്ചതാണ് ഡെവലപ്മെൻറ്റിലേക്ക് നമ്മളെ ലീഡ് ചെയ്തത് അല്ലേ, വികസനങ്ങളിലേക്ക് ലീഡ് ചെയ്തത് എന്താണ്, കൃഷിയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി, ട്രേഡൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തുപറ്റി, ഇതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഇക്കാലത്ത് എഴുത്തുവിദ്യയും രൂപപ്പെട്ടിരുന്നു. ഇത്തരം സവിശേഷതകളോടുകൂടിയ വിവിധ നദീതട പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. ഇവയാണ് വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രം. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുടെ തടങ്ങളിലാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഈ പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ്. ക്യൂണിഫോം ലിപി മെസൊപ്പൊട്ടോമിയയിലാണ് രൂപം കൊണ്ടത്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് ക്യൂണിഫോം ലിപി എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. എന്താണ് ക്യൂണിഫോം ലിപി? പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിൻ്റെ രൂപത്തിലുള്ള, അതായത് വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ലിപിയാണ് ഇത്, ചിത്രലിപിയാണിത്. എഴുത്തു പ്രതലം കളിമൺ പാളികളായിരുന്നു. അപ്പോൾ കളിമൺ പാളികളിലായിരുന്നു എഴുതിയിരുന്നത്. വെഡ്ജ് ഷേപ്പ്, അതായത് ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ഇത്. പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ്. എന്താണ് ക്യൂണിഫോം
ലിപി. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. അടുത്തത് സിഗുറാത്തുകൾ. നമ്മൾ പറഞ്ഞു ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് സിഗുറാത്തുകൾ എന്നൊന്നും മനസ്സിലാക്കാം. സിഗുറാത്തുകൾ എന്നാൽ ദേവാലയ സമുച്ചയങ്ങളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിൻ്റെ പുറം ഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിൽ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സിഗുറാത്തുകൾ എന്നാൽ ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിൻ്റെ പുറംഭാഗത്ത് പുറംഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിൽ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം ഈജിപ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ക്യൂണിഫോം ലിപി. അതെവിടെ രൂപം കൊണ്ട്? സുമേറിലാണ് ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലേ. ഇത് നമ്മൾ സംസാരിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി രൂപം കൊണ്ടത് ഈജിപ്തിലാണ്. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്. അപ്പോൾ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് പിരമിഡ് അല്ലേ. അപ്പോൾ നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. ലോകപ്രശസ്തങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്. കൃത്യമായിട്ട് SCERTയിലെ പോയിന്റ്സ് ഒക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ടോപ്പ് റാങ്കിൽ വരും എന്നുള്ളത് ഷുവറാണ്. SCERT പുസ്തകം അതുപോലെ തന്നെ PSC ബുള്ളറ്റിനും ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം നിങ്ങൾ SCERT ടെക്സ്റ്റും PSC ബുള്ളറ്റിനും കൃത്യമായിട്ട് കവർ ചെയ്യണം. അതിനുശേഷം എക്സ്ട്രാ റീഡിങ്ങിലേക്കൊക്കെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഹൈറോഗ്ലിഫിക്സ് ലിപി നോക്കാം. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി. അപ്പോൾ ചിഹ്നവുമുണ്ട് അക്ഷരവുമുണ്ട്. നേരത്തെ പറഞ്ഞ എന്താണ്? ക്യൂണിഫോം ലിപിയിൽ എന്തു മാത്രമേ ഉള്ളൂ? വെഡ്ജ് ഷേപ്പായിട്ടുള്ള ചിത്രലിപിയാണ് അല്ലേ. അതിൽ അക്ഷരങ്ങളൊന്നുമില്ല. ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ അക്ഷരങ്ങളുമുണ്ട്. അപ്പോൾ ചിഹ്നരൂപവുമുണ്ട് അക്ഷരരൂപവുമുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്തതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. പാപ്പറസ് എന്ന് പറയുന്നത് ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. പേപ്പർ ലൈക്ക് ഒരു സർഫസ് ആണ്. അത് ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ തടിയും പാപ്പറസുമാണ് എഴുതുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രതലം. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്നതാണ്. തടിയും പാപ്പറസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. അടുത്തത് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികളുടെ ആയിരുന്ന ഫറോവന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. പിരമിഡുകൾ എന്ന് പറയുന്നത് ശവകുടീരങ്ങളാണ്. ആരുടെ? ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. ചൈനീസ് സംസ്കാരം നോക്കാം. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ഹൊയാങ്ഹോ നദീതടം. അപ്പോൾ ഓരോന്നും നദീതടമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈജിപ്ഷ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാ നൈൽ നദീതടമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് ചൈനീസ് സംസ്കാരം പറയുമ്പോൾ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിന് അവർ വിദഗ്ധരായിരുന്നു. അപ്പോൾ അന്ന് വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് ചെറിയ മാറ്റങ്ങളോടൊക്കെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർ വിദഗ്ധരായിരുന്നു. ചൈനീസുകാർ വിദഗ്ധരായിരുന്നു. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ക്ലിയർ. അടുത്തത് നോക്കാം. ഹരപ്പൻ സംസ്കാരം. സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. അപ്പോൾ ഈജിപ്ഷ്യൻ പറയുമ്പോൾ ഏത് പറയണം? നൈൽ പറയണം. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ പറയണം. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജദാരോ
ഹരപ്പ, കലിബംഗൻ, ലോഥാൾ തുടങ്ങിയവയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ. മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജിദാരോയിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഈ സ്ഥലം. ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. ആധുനിക ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പലതരം കാര്യങ്ങൾ അന്നത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഇന്നത്തെ ലോകത്തിനെ പോലും അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജിദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥാൾ എന്നിവയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നാണ് മഹാസ്നാനഘട്ടം. എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്? മോഹൻജിദാരോയിലാണ്. പാഠം 3, നമ്മുടെ കുടുംബം. ഇതിനകത്ത് അധികം പോയിൻറ്റ്സ് ഒന്നുമില്ല, എന്നാലും നമ്മൾ വിട്ടുകളയേണ്ട ഉള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വ്യക്തികളാണ് ഉണ്ടാകുന്നു, വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമുദായം ഉണ്ടാകുന്നു, സമുദായം ചേർന്ന് സമൂഹം ഉണ്ടാകുന്നു. അപ്പോൾ ബേസിക് യൂണിറ്റ് കുടുംബങ്ങൾ, അവിടുന്ന് സമുദായം, അവിടുന്ന് സമൂഹം. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബങ്ങളാണ്. സമൂഹത്തിലെ ചിട്ടകളും, അതായത് നോംസ്, മാനേഴ്സ്, അതായത് ജീവിത രീതികളൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതും കുടുംബമാണ്. അതുപോലെ സ്നേഹം, സുരക്ഷിതത്വം, ഈ ഫീലിങ്സ് ഒക്കെ ഉറപ്പുവരുത്തുന്നതും കുടുംബമാണ്. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അത് വളർത്തുന്നതും അത് നിലനിർത്തുന്നതും കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത തന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. എന്നിലൂടെ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ്. വേറെ എവിടുന്നെങ്കിലും ഒക്കെ ചോദ്യങ്ങൾ വന്നാൽ ചോദിച്ചേക്കാം, സാഹിത്യഭാഗത്തൊക്കെ ചോദിച്ചേക്കാം. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് എന്നിലൂടെ. എന്നിലൂടെ എന്ന കവിത കുഞ്ഞുണ്ണി മാഷിൻ്റെയാണ്. തുടർന്ന് പഠിക്കാം. കുടുംബ രൂപീകരണം. അപ്പോൾ നമ്മൾ കുടുംബത്തിലോട്ട് നമ്മൾ വന്നെത്തുന്നത്, അംഗമാകുന്നത് പല രീതിയിലാകാം അല്ലേ. അപ്പോൾ മക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജനനമാണ് ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നത് അല്ലേ. കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ്. പക്ഷേ അച്ഛനും അമ്മയും എങ്ങനെയാണ് വരുന്നത്? അച്ഛനും അമ്മയും വരുന്നത് വിവാഹം വഴിയല്ലേ വരുന്നത്. ഇനി മക്കളില്ലാത്ത പല ദമ്പതികളും എന്ത് ചെയ്യും? കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗമാകുന്നതിന് പല രീതികളുണ്ട്. ജനനത്തിലൂടെയാകാം, അല്ലെങ്കിൽ വിവാഹത്തിലൂടെയാകാം, അല്ലെങ്കിൽ ദത്തെടുക്കുന്നതിലൂടെയാകാം ഒക്കെ കുടുംബത്തിലെ അംഗമാകാൻ നമുക്ക് പറ്റും. അപ്പോൾ പല തരത്തിലുള്ള കുടുംബത്തിൻ്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി. രണ്ടാമത്തേത് വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി. മൂന്നാമത്തേത് കൂട്ടുകുടുംബം, ദാറ്റ് ഈസ് ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. 3 തരത്തിലുള്ള കുടുംബങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3 കുടുംബങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിശദമായിട്ട് പഠിച്ചു. ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അതിനെ എന്ത് പറയും? ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും, അണുകുടുംബം എന്ന് പറയും. അതേസമയം രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവും ഉണ്ടല്ലേ, അതിനെ എന്ത് പറയും? അണുകുടുംബം ഒന്നിച്ച് താമസിക്കുന്നതിനെ എന്ത് പറയും? വിസ്തൃത കുടുംബം എന്ന് പറയും, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അടുത്തത് 3-4 തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ തെറ്റിപ്പോകരുത്. 3-4 തലമുറകൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതാണ് കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി. ഓക്കെ, ഇനി കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് നോക്കാം. സ്നേഹം, പരസ്പര ബഹുമാനമൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നാണ്. ദേശഭാഷകൾക്ക് അതീതമാണ് കുടുംബം എന്ന സങ്കല്പം. എല്ലാ സമൂഹത്തിലും ഉണ്ട് ഈ കുടുംബം എന്നുള്ളത്. അതൊരു സവിശേഷതയാണ്, കുടുംബത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാ സമൂഹത്തിലും കുടുംബം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ദേശഭാഷകൾക്കൊക്കെ അതീതമാണ്. ഇനി അച്ചടക്കം, ഒരു പോയിന്റ് പഠിക്കാം. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരുന്നത് കുടുംബമാണ്. സഹകരണ മനോഭാവം, പരസ്പര ആശ്രയത്വം ഒക്കെ പഠിപ്പിക്കുന്നതും കുടുംബമാണ്. അതുപോലെ നമ്മൾക്ക് മാനേഴ്സ്, ഡിസിപ്ലിൻ, അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ, ഷെയറിങ്, ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കുടുംബത്തിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ബോധം, സ്നേഹവാത്സല്യങ്ങൾ, പെരുമാറ്റശീലങ്ങൾ, ഇതൊക്കെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. ഈ ഫ്ലവർ, ഈ പിക്ചർ നിങ്ങൾ ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ? അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കി തരുന്നു, സ്നേഹവും വാത്സല്യവും ഒക്കെ തരുന്നു,
പെരുമാറ്റശീലങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും പോയിൻറ്റ്സേ ഉള്ളൂ ഇതിനകത്ത്. പാഠം 4 കരുതലോടെ ചെലവിടാം. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റി, അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ. കുടുംബത്തിന് എന്ത് വേണം? വരുമാനം വേണം. കുടുംബം നിലനിന്ന് പോകണമെങ്കിൽ, കുടുംബം ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? വരുമാനം അത്യാവശ്യമാണ്. അപ്പോൾ ഈ വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, എക്കണോമിക് ആക്ടിവിറ്റി, അതിൽ ഒന്നാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കിട്ടുന്നത് കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ആയിരിക്കും. അപ്പോൾ വ്യത്യസ്ത രീതികളിലുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ കച്ചവടമായിരിക്കും. കച്ചവടം ഒരു വരുമാന സ്രോതസ്സാണ്. തൊഴിൽ പോലെ തന്നെ കച്ചവടവും ഒരു വരുമാന സ്രോതസ്സാണ്. അപ്പോൾ കച്ചവടത്തിൽ നിന്ന് എന്താ ലഭിക്കുന്നത്? നമ്മൾ പറഞ്ഞു തൊഴിൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? കൂലിയോ ശമ്പളമോ ആയിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കച്ചവടം ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ലാഭമാണ് നമ്മുടെ വരുമാനം, അല്ലേ? ലാഭമാണ് വരുമാനം. അപ്പോൾ പല രീതിയിലുള്ള, ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. കച്ചവടം ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ വരുമാന സ്രോതസ് എന്താ? വാടക ഇനത്തിലാണ് അയാൾക്ക് അത് ലഭിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപമുള്ള ആൾക്ക് എങ്ങനെ കിട്ടും? പലിശയായിട്ട് കിട്ടും. കെട്ടിട നിർമ്മാണ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കോ കൂലിയായിട്ടാണ് കിട്ടുന്നത്. മഹിളാ പ്രധാന ഏജന്റ് ഉണ്ടെങ്കിലോ കമ്മീഷനായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം, അതായത് ശമ്പളം, കമ്മീഷൻ, കൂലി, പലിശ, വാടക, ലാഭം എന്നൊക്കെ പറയുന്നത് എന്താണ്? പല രീതിയിലുള്ള വരുമാന മാർഗങ്ങളാണ്, അല്ലേ? ഇപ്പോൾ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് ചിലപ്പോൾ നിക്ഷേപങ്ങൾ, കച്ചവടം, കൃഷി, വ്യവസായം, വസ്തുവകകൾ, സേവനങ്ങൾ തുടങ്ങിയ പല സ്രോതസ്സിൽ നിന്നും ആയിരിക്കും. ഇനി ചെലവും അതുപോലെ തന്നെ പല വിധമാണ്, അല്ലേ? പല രീതിയിലുള്ള ചെലവുകളുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ആൾക്കാരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കും. ചിലത് തുല്യ പ്രാധാന്യമുള്ളതായിരിക്കും, ചിലത് അത്ര പ്രാധാന്യമില്ലാത്തതായിരിക്കും, മറ്റു ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാവുന്നതായിരിക്കും. അപ്പോൾ അത് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു കുടുംബത്തിലെ പ്രധാന ചെലവുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഭക്ഷണ ചെലവുകൾ വരും, യാത്രാ ചെലവ്, വസ്ത്രം വാങ്ങാനുള്ള ചെലവ്, വായ്പ ഉണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവ്, ആശുപത്രി ചെലവ്, ഇതൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത എക്സ്പെൻസസ് ആണ്, അല്ലേ? ഇതിന് പുറമെ ദൈനംദിനം ജീവിതത്തിൽ ആവശ്യമുള്ള ചില എക്സ്പെൻസസും വരും. സാന്ദർഭികമായിട്ട് വരുന്ന ചില ചെലവുകൾ വരും. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചില അപകടം, പ്രകൃതി ദുരന്തം, രോഗങ്ങൾ, ഇതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും ചില അപ്രതീക്ഷിത ചെലവുകൾ നമുക്ക് ഉണ്ടാകും. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഇത്തരം ചെലവുകൾക്കായിട്ട് വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കരുതി വയ്ക്കണം. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണത്? നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്, അല്ലേ? നമുക്ക് വരുമാനമുണ്ട്, നമ്മൾക്ക് എക്സ്പെൻസുമുണ്ട്, നമുക്ക് ചെലവുകളുമുണ്ട്. അപ്പോൾ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇൻകം കൂടുതലാണ്, കിട്ടുന്നത് അധികമാണ്, ചെലവ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ആ ബാക്കി എമൗണ്ട് എന്താണ്? അതാണ് നമ്മുടെ സമ്പാദ്യം, അല്ലേ? അതാണ് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇൻകം കൂടുതലാണ്, എക്സ്പെൻസ് കുറവാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ അധികം പൈസ വരും. കിട്ടുന്നതിൽ കുറേ പൈസയെ ചിലവാകുന്നുണ്ടെങ്കിൽ ബാക്കി മിച്ചം വരുമല്ലോ, അതിനെയാണ് നമ്മൾ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇനി മറിച്ചാണെങ്കിലോ, ചിലവ് കൂടുതലാണ്, കിട്ടുന്നതിനേക്കാൾ ചിലവ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വരുമാനത്തേക്കാൾ ഏറെയാണ് ചിലവെങ്കിൽ എന്ത് വരും? നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലേ? സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിലുണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. അല്ലെങ്കിൽ എന്തു പറ്റും? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ചെലവ് കൂടുതലാണ് വരുമാനത്തെക്കാളെങ്കിൽ എന്തു പറ്റും? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. നമ്മൾക്ക് ആവശ്യം എന്താ? സാമ്പത്തിക പ്രതിസന്ധിയാണോ ആവശ്യം? അല്ല, സാമ്പത്തിക സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യം. ദാറ്റ് ഇസ് എക്കണോമിക് സെക്യൂരിറ്റി. അതിനെന്താ ചെയ്യേണ്ടത്? ഇൻകത്തിനെക്കാട്ടിലും എക്സ്പെൻസ് എപ്പോഴും കുറവായിരിക്കണം. പല കുടുംബങ്ങളുടെയും കേസ് നമുക്ക് നോക്കിയാൽ കാണാം. ചിലർക്ക് വരവും ചെലവും തുല്യമായിരിക്കും. ചിലർക്ക് വരവ് കൂടുതലായിരിക്കും, ചിലവ് കുറവായിരിക്കും. ചിലർക്ക് വരുമാനം കുറവായിരിക്കും, ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മിതവ്യയശീലം പാലിക്കണം. ഗാന്ധിജി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഗാന്ധിജിയുടെ വാക്കുകളാണ്, മനസ്സിലാക്കി വെക്കണം. മിതവ്യയശീലം എന്താ? ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളുമുണ്ട്. പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കും. പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നതും നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പലതും പരസ്യം കണ്ട് നമ്മൾ ഭ്രമിച്ചായിരിക്കും പല സാധനങ്ങളും മേടിക്കുന്നത്. മാത്രമല്ല, നാം അറിയാതെ വീണ്ടും അവ വാങ്ങുകയും ഉപയോഗിക്കാനുള്ള പ്രേരണ ഉണ്ടാകുകയും ചെയ്യും. പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ വിവേകപൂർവ്വം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവഴിക്കണം.
അതാണ് ഈ സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. അതായത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചിലവാക്കുക. അപ്പം നമ്മൾ ചിലവാക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അത്യാവശ്യമുള്ളതാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പൈസ ചിലവാക്കുന്നു. അതാണ് മിതവ്യയശീലം. മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ട കാര്യമാണ് മിതവ്യയശീലം. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മിതവ്യയശീലം സഹായിക്കും. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യമാണ്, അല്ലേ? അപ്പം നമ്മുടെ വരുമാനം അറിഞ്ഞ് ചിലവാക്കുക എന്ന് പറയത്തില്ലേ, അപ്പം നമ്മുടെ വരുമാനം അറിഞ്ഞ് അതിനകത്ത് നിൽക്കുന്ന പോലെ, എന്നാൽ കുറച്ച് എമൗണ്ട് മിച്ചം വരുന്ന പോലെയാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവും. മിതവ്യയശീലം എല്ലാ അംഗങ്ങളും ശീലമാക്കണം. അപ്പോൾ അത് കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ആഡംബര വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. മിതവ്യയശീലം ഓരോ കുടുംബവും അവരവരുടേതായ രീതികളിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലേ? അത് ഓരോ അംഗവും പ്രാക്ടീസ് ചെയ്യേണ്ടതുമാണ്. ഇത് ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കാണ് തന്നിരിക്കുന്നത്. ഈ കണക്ക് നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തതിൻ്റെ ഡേറ്റയാണ് ഈ വരവ് ചെലവ് കണക്കെന്ന് പറയുന്നത്. ഇനി നമുക്ക് മുൻകൂട്ടി അടുത്ത മാസം വരാൻ പോകുന്ന, അല്ലെങ്കിൽ അടുത്ത കുറച്ച് 6 മാസത്തേക്ക് വരാൻ പോകുന്ന വരവും ചിലവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിലവുകളും വരുമാനവും ഒക്കെ മുൻകൂട്ടി എഴുതി നമ്മൾ തിട്ടപ്പെടുത്തി വെച്ചാൽ അതിനെ എന്ത് പറയും? കുടുംബ ബഡ്ജറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫാമിലി ബഡ്ജറ്റ്. ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണ്? വരവിനനുസരിച്ച് ചിലവ് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സഹായിക്കും. മുൻഗണന നിശ്ചയിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. സമ്പാദ്യശീലം, മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയും. അപ്പോൾ നമുക്ക് ഈ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിലവാക്കാൻ നേരം ഈ ഒരു ധാരണ ഉണ്ടാകും, നമ്മൾ ഇത്രയാണ് നമ്മൾ ചിലവാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നിർത്തണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഈ കുടുംബ ബഡ്ജറ്റ്, ഫാമിലി ബഡ്ജറ്റ് നമ്മൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് ഫോളോ ചെയ്യാനും പറ്റും. ഇനി എന്താണ് പ്രവർത്തന ബഡ്ജറ്റ്? കുടുംബ ബഡ്ജറ്റ് എന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ ബഡ്ജറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു പ്രത്യേക പ്രവർത്തനത്തിന് വേണ്ടിയോ ഒരു പരിപാടിക്ക് വേണ്ടിയോ മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ്. ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോകുന്നു, ആ പഠന പ്രവർത്തന യാത്രയ്ക്ക് ഏകദിന പഠന യാത്രയാണെന്ന് വെച്ചു, അതിനുവേണ്ടി മാത്രമുള്ള ചിലവുകൾ നമുക്ക് ഒരു ബഡ്ജറ്റായിട്ട്, പ്രവർത്തന ബഡ്ജറ്റായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം ചിലവാക്കാനും വരുന്ന വരുമാനത്തിൽ മാത്രം ഒതുക്കി നിർത്താനുമൊക്കെ നമുക്ക് സാധിക്കും. അപ്പം അതാണ് പ്രവർത്തന ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. അതുപോലെ കുടുംബ ബഡ്ജറ്റും ആവശ്യമാണ്. അപ്പം നമ്മൾ ഇതിനകത്തെ മിക്കവാറും പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തുടർന്ന് നോക്കാം, അടുത്ത പാഠം പഠിക്കാം. അടുത്ത പാഠമാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം. നമുക്ക് നോക്കാം. എന്താണ് സോളാർ സിസ്റ്റം? സൗരയൂഥം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സോളാർ സിസ്റ്റം, സൗരയൂഥം. നമുക്ക് സൗരയൂഥത്തിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. പിക്ചർ തന്നിട്ടുണ്ട് സൗരയൂഥത്തിൻ്റെ. നമുക്ക് നോക്കാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ SCERTയിലെ അതേ വാക്യങ്ങളായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്രെയിം ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റും മനസ്സിലാക്കി തന്നെ വെക്കണം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. ഇനി സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. മെർക്കുറി, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഒന്നുകൂടി പറയാം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇതിനെയാണ് ആകാശഗോളങ്ങൾ എന്ന് പറയുന്നത്. ഈ ആകാശഗോളങ്ങളെ എന്ത് പറയുന്നു? ഗ്രഹങ്ങൾ എന്ന് പറയുന്നു, പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. ഈ ആകാശഗോളങ്ങളെ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും പ്ലാനറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, നമ്മുടെ പ്ലൂട്ടോ എവിടെ എന്നല്ലേ? നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. ഈ പ്ലാനറ്റ്സ് അതിൻ്റെ ഒരു സഞ്ചാരപാതയുണ്ടല്ലേ? സൂര്യന് ചുറ്റുമുള്ള ഈ പ്ലാനറ്റ്സിൻ്റെ സഞ്ചാരപാത, ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ എന്തു പറയും? ഭ്രമണപഥം എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഓർബിറ്റ്. ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയും. ഗ്രഹങ്ങൾ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ്, ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെ നമ്മൾ എന്തു പറയും? പ്ലാനറ്റ്സ് എന്ന് പറയും.
എന്നാൽ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളെ എന്ത് പറയും? ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്താണ്? ഭൂമി പ്ലാനറ്റാണ്. ഭൂമിയുടെ സാറ്റലൈറ്റ് ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്, മൂണാണ് അല്ലേ? നിക്കോളാസ് കോപ്പർനിക്കസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. അദ്ദേഹം ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. എന്നാൽ കോപ്പർനിക്കസ് ആണ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കോപ്പർനിക്കസിനെ മനസ്സിലായല്ലോ, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യം പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇനി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് അതിൻ്റെ ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു പോകാം. ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കണം. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഏത്? ബുധൻ. ഇനി ശുക്രൻ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്, ഉപഗ്രഹങ്ങളില്ല. അപ്പം ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്, ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. അത് കഴിഞ്ഞിട്ട് ഏതാ? ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. ഒറ്റൊരു ഉപഗ്രഹമേ ഉള്ളൂ, അതാരാണ്? ചന്ദ്രൻ. അപ്പോൾ ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്, ഉപഗ്രഹങ്ങൾ ഇല്ല. ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്. ഒരു ഉപഗ്രഹമേ ഉള്ളൂ, എന്താണ് പേര്? ചന്ദ്രൻ. ഓക്കെ. ചൊവ്വ, 2 ഉപഗ്രഹങ്ങളുണ്ട് ചൊവ്വയ്ക്ക്. പണ്ട് ജലം ഒഴുകുന്നതിൻ്റെ സൂചനകൾ, പണ്ട് ജലം ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ഒരു ഉപഗ്രഹം. ബുധനും ശുക്രനും ഉപഗ്രഹങ്ങൾ ഇല്ല. ഒന്നുകൂടി പറയാം, ബുധൻ ശുക്രൻ ഉപഗ്രഹങ്ങളില്ല, ഭൂമിക്ക് ഒരു ഉപഗ്രഹം. ചൊവ്വയ്ക്ക് എത്രയാണ്? 2 ഉപഗ്രഹങ്ങൾ. ഇനി ഇപ്പുറത്തെ പേജിലേക്ക് വരാം. നെപ്റ്റ്യൂൺ അല്ല, ഇങ്ങനെ പോകാം. വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 12 വർഷം എടുക്കും. അപ്പോൾ വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. വ്യാഴം വലുത്, വ്യാഴം നോർത്താൽ മതി, വലുത് വ്യാഴം. രണ്ടും വാ, വലുത് വ്യാഴം. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് എത്ര വർഷമെടുക്കും? 12 വർഷമെടുക്കും. ഇനി ശനിയുടെ പ്രത്യേകത എന്താ? അതിന് ചുറ്റും വലയങ്ങളുണ്ട്. അതിന് 30-ലധികം ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ വ്യാഴത്തിന് 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗ്രഹമാണ്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 12 വർഷം എടുക്കും. ശനിയുടെ പ്രത്യേകത എന്താ? ചുറ്റും വലയങ്ങളുണ്ട്. 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. യുറാനസ്, 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 84 വർഷം എടുക്കും യുറാനസ് സൂര്യനെ വലം വയ്ക്കാനായിട്ട്. അടുത്തത് നെപ്റ്റ്യൂൺ, 1 ഡസനിലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 164 വർഷം എടുക്കും നെപ്റ്റ്യൂൺ സൂര്യനെ വലം വയ്ക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്, ഉപഗ്രഹങ്ങൾ ഇല്ല. അപ്പോൾ ബുധനും ശുക്രനും ഉപഗ്രഹങ്ങൾ ഇല്ല. ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്. ഒരു ഉപഗ്രഹമാണുള്ളത്, പേര് ചന്ദ്രൻ. ചൊവ്വ, 2 ഉപഗ്രഹങ്ങളുണ്ട്. പണ്ട് കാലത്ത് ജലം ഒഴുകിയിട്ടുള്ളതായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് എന്താ? വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം. വാ എന്നോർക്കാനാണ് പറഞ്ഞത്. വ്യാഴം വലുത് എന്നോർക്കണം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 12 വർഷം എടുക്കും. ശനി, ചുറ്റും വലയങ്ങളുണ്ട്. 30-ലധികം ഉപഗ്രഹങ്ങൾ ഉണ്ട്. യുറാനസ്, 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. യുറാനസിന് സൂര്യനെ വലം വയ്ക്കാനായിട്ട് 84 വർഷം എടുക്കും. അടുത്തത് നെപ്റ്റ്യൂൺ, 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 164 വർഷം എടുക്കും. ക്ലിയർ? ഇനി ഗലീലിയോ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ബോക്സിലെ ഫാക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ.
ഇറ്റലിക്കാരനായ ഊർജ്ജതന്ത്രജ്ഞനാണ്, വാനനിരീക്ഷകനുമാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനാണ്. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ടെലസ്കോപ്പിലൂടെ അദ്ദേഹം വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടു. വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. അപ്പോൾ ഗലീലിയോ ഗലീലി ഇറ്റലിക്കാരനാണ്, ഊർജ്ജതന്ത്രജ്ഞനാണ്, വാനനിരീക്ഷകനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനാണ്, ഫിലോസഫറുമാണ്. സ്വയം നിർമ്മിച്ച ദൂരദർശിനിയിലൂടെ അദ്ദേഹം വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടു. വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. ഡീൽ. ഓക്കെ. സൗരയൂഥത്തിൽ വേറെ ആരൊക്കെയുണ്ടെന്ന് ചിത്രം നോക്കി കണ്ടെത്തുക. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങൾ ആസ്ട്രോയിഡ്സ് ഉണ്ട്, കുള്ളൻ ഗ്രഹങ്ങൾ ഡ്വാർഫ് പ്ലാനറ്റ്സും ഉണ്ട്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളുണ്ട്. അവയെ എന്തു പറയും? ആസ്ട്രോയിഡ്സ് എന്ന് പറയും. അപൂർവമായിട്ട് ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുമുണ്ട്. സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്, അതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് പോലെയാണ് പോകുന്നത്. ശുക്രനിൽ പോകാനൊരുങ്ങുകയാണെങ്കിൽ മറക്കല്ലേ, അവിടെ സൂര്യോദയം എവിടെയാണ്? പടിഞ്ഞാറാണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ഇത് കൗതുക വാർത്തകളാണ്, എന്തായാലും വായിച്ചു പോലില്ലേ, നമുക്കതും കൂടി കേട്ടിരിക്കാം. അടുത്തത് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. അപ്പോൾ പ്ലൂട്ടോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മുമ്പേ ചോദിച്ചായിരുന്നല്ലേ. പ്ലൂട്ടോയെ ആ പ്ലാനറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഇല്ല. എന്തു പറ്റി? ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായിട്ട് പരിഗണിച്ചിരുന്നു. എന്നാൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. അതിനെ കുള്ളൻ ഗ്രഹമായിട്ട് ഡ്വാർഫ് പ്ലാനറ്റായിട്ട് പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. അപ്പോൾ 2 റീസൺസ് ആണ്. ഒന്ന്, നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നുണ്ട്. മറ്റേത് സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അത് പ്ലാനറ്റ് അല്ല, അതെന്താണ്? കുള്ളൻ ഗ്രഹമാണ്. പ്ലൂട്ടോ ഇപ്പോൾ എന്താണ്? ഒരു ഡ്വാർഫ് പ്ലാനറ്റായിട്ടാണ് കരുതുന്നത്. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം. അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടത്. പ്ലൂട്ടോയ്ക്ക് എന്താ? തനതായിട്ടുള്ള ഭ്രമണപഥം ഇല്ല. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കടക്കുന്നുണ്ട്. അതുപോലെ അത് സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? നമ്മളൊരു ആകാശഗോളം ഗൃഹമായിട്ട് പരിഗണിക്കണമെങ്കിൽ അതിന് ഗോളാകൃതി വേണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് സൂര്യനെ വലം വയ്ക്കണം. ആ വലം വയ്ക്കുന്നതിന് തനതായും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ആകാശഗോളത്തിനെ പ്ലാനറ്റായിട്ട് ഗ്രഹമായിട്ട് പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിലെ പ്ലൂട്ടോയെ പുറത്താക്കിയത്. എന്താക്കി? പ്ലൂട്ടോയെ ഒരു ഡ്വാർഫ് പ്ലാനറ്റായിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത് നോക്കാം, സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിൽ അപൂർവമായിട്ടെത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ, ദാറ്റ് ഇസ് കോമെറ്റ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ നക്ഷത്രങ്ങളല്ല, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും. 2013 ഒടുവിലെത്തിയ ഐസൺ വാൽ നക്ഷത്രത്തെ ഓർക്കുന്നുണ്ടോ? സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ സൗരയൂഥത്തിലെ ഒരു വിരുന്നുകാരാണ് ആര്? ഈ കോമെറ്റ്സ് എന്ന് പറയുന്നത്. കോമെറ്റ്സിൻ്റെ മലയാളം വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഉൽക്കകൾ, മീറ്ററോയിഡ്സ്. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്തുകൂടി മിന്നിമറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ഉൽക്കവർഷം ഈയിടയ്ക്കുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നിമറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ, മീറ്ററോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽക്കകൾ എന്താ? മീറ്ററോയിഡ്സ് എന്താ?
ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ, മീറ്ററോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അതിൻ്റെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് എൻ്റെ സൗരയൂഥം. തുടർന്ന് പഠിക്കാം. ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഉപരിതലത്തിൽ ജലത്തിൻ്റെ വിസ്തൃതമായ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഭൂമി ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും ജലമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിൽ ഭൂമി കാണപ്പെടുന്നത്. വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റ് നക്ഷത്രങ്ങൾ ഒന്നൊന്നായി കാണാൻ തുടങ്ങും. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ഗാലക്സി എന്ന് വെച്ചാൽ എന്താ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി. ഏതാണ്? ക്ഷീരപഥം, മിൽക്കി വേ. ക്ഷീരപഥം, മിൽക്കി വേ. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ക്ഷീരപഥം അഥവാ മിൽക്കി വേ അഥവാ ആകാശഗംഗ. പ്രപഞ്ചം നോക്കാം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. യൂണിവേഴ്സ് എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് കോടിക്കണക്കിന് അത്തരത്തിലുള്ള ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം എവിടെയാണുള്ളത്? ഏത് ഗാലക്സിയിലാണ്? ക്ഷീരപഥം, മിൽക്കി വേ അഥവാ ആകാശഗംഗ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നു അത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു. ആകാശഗോളത്തിനെക്കുറിച്ചും പ്രപഞ്ചത്തിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പത്രമാധ്യമത്തിൽ എപ്പോഴും വരാറുണ്ട്. ഇത്തരം വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ച് ഓക്കെ അത് അവർക്കുള്ളൊരു സ്കൂൾ പിള്ളേർക്കുള്ളൊരു പ്രോജക്റ്റാണ്. പ്രപഞ്ചത്തിൽ ഏകദേശം 10,000 കോടി ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യൻ്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എൻ്റെ നാട്ടിൽ മനുഷ്യൻ എത്ര ചെറുതാണ്. ആ കോൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനത് വായിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ അതും കഴിഞ്ഞു, ആ പാഠവും കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്ക് പോകാം. പാഠം 6, വൻകരകളും സമുദ്രങ്ങളും പഠിക്കാം. പറഞ്ഞു, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 2/3 ഭാഗവും എന്താണ്? ജലമാണ്, സമുദ്രങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 2/3 ഭാഗവും സമുദ്രങ്ങളാണ്. അപ്പോൾ ഈ സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗത്തിനെ എന്തു പറയും? വൻകരകൾ എന്ന് പറയും. ഒന്നുകൂടി പറയാം. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗത്തിനെയാണ് വൻകരകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വൻകരകൾ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. ഒന്നുകൂടി പറയാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതൊക്കെയാണ് വൻകരകൾ എന്ന് പറയുന്നത്. ഓരോ വൻകരയുടെയും സവിശേഷതകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓരോ വൻകരയുടെയും സവിശേഷതകൾ നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് ഏഷ്യയാണ്. അപ്പോൾ ഏഷ്യയുടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏഷ്യ. ഇങ്ങനെ ഓർത്തിരിക്കുക, ഏറ്റവും വലുത് ഏഷ്യ. ഓക്കെ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. അപ്പോൾ 3 പോയിൻ്റാണ് പറഞ്ഞത്. നമുക്ക് ക്ലാരിറ്റിയോടെ പഠിച്ചങ്ങ് പോകാം. കാരണം ഇത് കേട്ടും പോകണ്ട, നമുക്ക് പഠിച്ചങ്ങ് പോകാം. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യയിലാണ്. ഓക്കെ. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയിലാണ് അല്ലേ? ഏഷ്യയുടെ ഭാഗമാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റും ഇവിടെയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ, അങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്.
ഏഷ്യ വൻകരയിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഓക്കെ, അത് പ്രോജക്റ്റാണ് അവരുടെ, നമുക്ക് വിടാം. നമുക്ക് ആദ്യം ഏഷ്യയെക്കുറിച്ച് പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര ഏഷ്യയാണ്. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എവിടെ ഏത് വൻകരയുടെ ഭാഗമാണ്? ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏഷ്യയിലാണ്. പല വൈവിധ്യങ്ങളിലുള്ള സ്ഥലങ്ങൾ ഈ വൻകരയിൽ കാണാൻ പറ്റും. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ്. ക്ലിയർ? തല ഉയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയം ഏഷ്യ വൻകരയിലാണ്. ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥയും സംസ്കാരത്തിനെയും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി കൊടുമുടികൾ ഈ പർവ്വതനിരകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സ്ഥിരമായിട്ട് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹിമാലയം എന്ന പേര് വന്നത്. അപ്പോൾ ഏഷ്യയുടെ പ്രത്യേകതകൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഏറ്റവും വലിയ വൻകര, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നു. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. അതുപോലെ എവറസ്റ്റ് ഈ വൻകരയിലാണ്. പല വൈവിധ്യത്തിലുള്ള നാടുകളുണ്ട് ഈ വൻകരയിൽ. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ്. ക്ലിയർ? അടുത്തത് പഠിക്കാം. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ 2ാം സ്ഥാനമാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണാം. ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കൾ പ്രോജക്റ്റാണ്. അപ്പോൾ ആഫ്രിക്കയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഏറ്റവും വലിപ്പമുള്ളത് ഏഷ്യയാണ്. 2ാം സ്ഥാനത്തിലുള്ളത് ആഫ്രിക്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൻ്റെ കാര്യത്തിലും 2ാം സ്ഥാനമാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. ഏഷ്യയെ പോലെ വൈവിധ്യമുള്ള പ്രദേശങ്ങളൊന്നുമില്ല. കൂടുതൽ പ്രദേശങ്ങളും എന്താണ്? ആഫ്രിക്കയിൽ മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് കുറവായിരിക്കും? കൃഷി കുറവായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലും ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ സഹാറ, നൈൽ ഒക്കെ ആഫ്രിക്കൻ വൻകരയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങളും ഈ വൻകരയിലുണ്ട്. അപ്പോൾ പ്രത്യേകതകളൊക്കെ പഠിച്ചല്ലോ. 2ാം സ്ഥാനത്താണ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ ജനവാസത്തിൻ്റെ കാര്യത്തിലും 2ാം സ്ഥാനത്താണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. സഹാറ ഇവിടെയാണ്, നൈൽ ഇവിടെയാണ്. ഓക്കെ, അമേരിക്ക നോക്കാം. പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണുള്ളത്. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണുള്ളത്. 1ാം സ്ഥാനം ഏഷ്യ, 2ാം സ്ഥാനം ആഫ്രിക്ക, 3ാം സ്ഥാനം വടക്കേ അമേരിക്ക. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 തടാകങ്ങൾ ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിലുണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ, എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. വടക്കേ അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെയാണ്? ഏഷ്യയിലാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ വടക്കേ അമേരിക്ക സ്ഥാനത്തിൽ 3ാം സ്ഥാനത്താണ്. വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി.
അതുപോലെ ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 തടാകങ്ങൾ അവിടെയുണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. കൃഷിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മണ്ണ് ഒക്കെ അനുയോജ്യമാണ്. കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണുമാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, മഞ്ഞ് കൊണ്ടുള്ള വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇനിയൂട്ടുകൾ, എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ആ വീടിൻ്റെ പേര്? മഞ്ഞ് വീടിൻ്റെ പേരെന്താണ്? ഇഗ്ലു എന്നാണ് ഈ വീടുകൾ അറിയപ്പെടുന്നത്. ഇനി പഞ്ചമഹാതടാകങ്ങൾ. നമ്മൾ മുമ്പേ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ശുദ്ധജലത്തിൻ്റെ 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ടെന്ന്. അതാണ് പഞ്ചമഹാതടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാറിയോ ഇവരാണ് പഞ്ചമഹാതടാകങ്ങൾ. എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. അടുത്തെന്താ? തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 4ാമതാണ്. മൗണ്ട് അക്കോങ്കുവ ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? വടക്കേ അമേരിക്കയിലെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നമ്മളിനി തെക്കേ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. അപ്പം തെക്കേ അമേരിക്കയിലാണ് എന്തുള്ളത്? ആമസോൺ നദി ഉള്ളത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യം ഉള്ളവയാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. ഓക്കെ, അപ്പോൾ തെക്കേ അമേരിക്കയെക്കുറിച്ച് അധികം പോയിന്റ്സ് ഒന്നുമില്ല. പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ തെക്കേ അമേരിക്ക 4ാമതാണുള്ളത്. മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഒഴുകുന്ന ആമസോൺ ഈ വൻകരയിലാണ് ഉള്ളത്. അതുപോലെ ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിൽ വൈവിധ്യമുള്ള സസ്യജന്തുക്കൾ ഉണ്ട്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? കന്നുകാലി വളർത്തൽ. നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. അപ്പോൾ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയാണ്. മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഓക്കെ, ഇനി നമുക്ക് അന്റാർട്ടിക്ക പഠിക്കാം. അന്റാർട്ടിക്ക വലുപ്പത്തിൽ 5ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അന്റാർട്ടിക്ക എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വെളുത്ത ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കാരണം? വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്താണ്. ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. സ്ഥിരമായിട്ട് ഇവിടെ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായിട്ട് കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ടും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ജനവാസ കേന്ദ്രമല്ല, അവിടെ ഉള്ളത് കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെയാണ് ഉള്ളത്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മൈത്രി, ഭാരതി എന്നിവയാണ്. ദക്ഷിണ ഗംഗോത്രി PO എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. യൂറോപ്പ് നോക്കാം, യൂറോപ്പ് പഠിക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഏഷ്യ വൻകരയുടെയും ഇടയിലായിട്ടാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഏഷ്യ വൻകരയുടെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു യൂറോപ്പ്.
വലിപ്പത്തിൽ 6-ാം സ്ഥാനത്താണ്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ്. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. അപ്പോൾ നോക്കാം, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ യൂറോപ്പ് 6-ാം സ്ഥാനത്താണ്. യുറാൽ പർവ്വതനിരയാണ് ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ യൂറോപ്പിന് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 3-ാം സ്ഥാനം. അപ്പോൾ വലിപ്പത്തിൽ 6-ാം സ്ഥാനവും അതിൻ്റെ പകുതി ഓർത്താൽ മതി. ജനസംഖ്യയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനവുമാണ്. അപ്പോൾ വലിപ്പത്തിൽ 6-ാം സ്ഥാനം, ജനസംഖ്യയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനം. വ്യാവസായികമായിട്ട് വലിയ പുരോഗതിയൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം പ്രധാന തൊഴിലാണ്. തുടർന്ന് പഠിക്കാം. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി SK പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ പുസ്തകമാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. ഓക്കെ, ഓസ്ട്രേലിയയെക്കുറിച്ച് പഠിക്കാം. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഏറ്റവും വലുത് നമ്മൾ പഠിച്ചു ഏതാണ്? ഏഷ്യ. ഏറ്റവും ചെറുത് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കുകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നു. ഗോതമ്പ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എവിടെ? ഓസ്ട്രേലിയയിൽ. ഏറ്റവും ചെറിയ വൻകരയാണ്. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വലിയ തോതിൽ ഖനനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വർണം, ഇരുമ്പയിര്, യുറേനിയം ഒക്കെ വലിയ രീതിയിൽ ഖനനം ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന്? ഓസ്ട്രേലിയയിൽ നിന്ന്. ചെമ്മരിയാട് വളർത്തലിന് പ്രശസ്തമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗം ഏതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 വൻകരകളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. ഇനി കടൽ എന്താ? ഭാഗികമായിട്ട് കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. ഇനി നമുക്ക് സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അവരുടെ പ്രോജക്റ്റ് വിട്ടേക്കാം. നമുക്ക് ഓരോ സമുദ്രത്തെയും ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം. പസഫിക് സമുദ്രം വലിപ്പത്തിൽ 1-ാം സ്ഥാനത്താണ്. പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം വലിപ്പത്തിൽ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഏതാണെന്ന് ചോദിച്ചാൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 1ാമത് നിൽക്കുന്ന പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് അവിടെയാണ്. ഏറ്റവും ആഴമേറിയ ഭാഗവും അവിടെയാണ്. ചലഞ്ചർ ഗർത്തമാണ് ഏറ്റവും ആഴമേറിയത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് പസഫിക് സമുദ്രം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണം ഉണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം വലുപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് എവിടെയാണുള്ളത്? ഈ സമുദ്രത്തിലാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രം നോക്കാം.
ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രം എന്ന വിശേഷണമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്. ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതെന്ന് ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തൂ. ഓക്കെ, നമുക്ക് വേണ്ട. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലാണ് ഏറ്റവും അധികം പവിഴദ്വീപുകൾ ഉള്ളത്. അപ്പോൾ ലക്ഷദ്വീപിലെ ദ്വീപ സമൂഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പവിഴദ്വീപുകൾ ഉള്ളത്. എന്താണ് പവിഴപ്പുറ്റുകൾ? പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈ സമുദ്രത്തിൻ്റെ ഭൂരിഭാഗവും ഉപരിഭാഗവും ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ ഉപരിഭാഗം പൂർണ്ണമായിട്ടും ഏകദേശം തണുത്തുറഞ്ഞൊരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. അപ്പോൾ അന്റാർട്ടിക് സമുദ്രത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമാണ്. പൂർണ്ണമായിട്ടും മോൾഭാഗം തണുത്തുറഞ്ഞൊരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. ഡീൽ. അടുത്തത് നോക്കാം. ആർട്ടിക് സമുദ്രം. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞു മൂടിക്കിടക്കും. സോഷ്യൽ സയൻസ് ഒന്നാമത്തെ പാർട്ടിലെ 6 പാഠങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും വരെ ഈ എൻഡ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. കാരണം എത്ര പേര് നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണുന്നുണ്ടെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, എൻഡ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. SCERT പോർഷൻസ് ഇത്തരത്തിൽ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും പറയുക. നമുക്കങ്ങനെ എടുക്കാനായിട്ട് കൺസിഡർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.